ഇത്തവണത്തെ ചലച്ചിത്രമേളയിൽ വിവാദങ്ങളും പുകയുകയാണ്. പലസ്തീനും ഫാസിസ്റ്റ് വിരുദ്ധതയും ചർച്ച ചെയ്യുന്ന ഇതിഹാസ ചിത്രങ്ങൾക്ക് അനുമതി നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിയാണ് ആദ്യം ചർച്ചയായത്. കേരളം നിലപാട് കടുപ്പിച്ചതോടെ കടുംവെട്ടിൽ കേന്ദ്രം തെല്ലൊന്നയഞ്ഞു. പക്ഷേ അതേ ചൊല്ലി പുതിയ വിവാദങ്ങളും ഉടലെടുക്കുകയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ വലിയ പിടിപ്പുകേട് സെൻസർ അനുമതി വൈകാൻ കാരണമായി എന്നാണ് ഒരു കോണിൽ നിന്ന് വരുന്ന വിമർശനം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മേള നടക്കുന്ന പ്രദേശത്തോ സമയപ്രദേശങ്ങളിൽ പോലുമോ ഇല്ല എന്നത് ഇതിനെല്ലാം അപ്പുറം പുതിയൊരു വിവാദത്തിനും തുടക്കമിട്ടിരിക്കുന്നു. IFFK സംഘാടനം പാളിയോ? ആദ്യം RDX റാപ്പ്. പലസ്തീൻ ഉൾപ്പെടെ പ്രമേയമായി വരുന്ന 19 സിനിമകൾക്കാണ് 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചത്. സംസ്ഥാന സർക്കാരും സിനിമാ പ്രവർത്തകരും കടുംവെട്ടിൽ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയതോടെ കേന്ദ്രം നിലപാടുമായിപ്പെടുത്തി. കേന്ദ്രം അനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കണമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാർ എതിർപ്പുയർത്തിയ പലസ്തീൻ 36 അടക്കം 12 സിനിമകൾക്ക് കൂടി വാർത്താവിനിമയ മന്ത്രാലയം അനുമതി നൽകി. ഇന്നലെ രാത്രിയോടെ തന്നെ 9 സിനിമകളുടെ പ്രദർശനത്തിന് അനുമതി ലഭിച്ചിരുന്നു. കേന്ദ്രം അനുവദിച്ചാലും ഇല്ലെങ്കിലും എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന നിലപാടിലാണ് സർക്കാർ. അതിനിടെ പ്രതിസന്ധിക്ക് കാരണം നടപടിക്രമങ്ങളിൽ ചലച്ചിത്ര അക്കാദമി വരുത്തിയ വീഴ്ചയെന്ന ആരോപണവുമായി IFFK മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ രംഗത്തെത്തി. നവംബറിൽ നൽകേണ്ട സിനിമകളുടെ പട്ടിക കൈമാറിയത് ഡിസംബറിൽ മാത്രമാണ്. വീഴ്ച മറയ്ക്കാനാണ് പ്രതിഷേധങ്ങൾ എന്നാണ് വിമർശനം. വീഴ്ച വന്നിട്ടില്ലെന്നും വിമർശനത്തിൽ ഔചിത്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നടനും അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവുമായ സന്തോഷ് കീഴാറ്റൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ കേരളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നൊരു പരിപാടിയാണ് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഈ IFFK. അത് ഒന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അവിടെ വന്ന് പാട്ടും നടത്തും, പ്രസംഗവും നടത്തും, പ്രതിഷേധ സമരങ്ങൾ നടത്തും, തിയേറ്ററുകളിലേക്ക് ഇരച്ച് തിരക്ക് കൂട്ടും. പക്ഷേ ഇത്രയ്ക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു അതിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലും നല്ല നിലക്ക് കൊണ്ടുപോകുന്ന, എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പോകുന്ന അതിമനോഹരമായ സംഘാടനത്തിന് പേര് കേട്ടൊരു പരിപാടിയാണ് IFFK. പക്ഷേ ഇത്തവണ ഇങ്ങനെ ശരിയല്ലാത്ത ചില കഥകൾ കൂടെ കേൾക്കുന്നുണ്ട്. അതിലെനിക്ക് തോന്നിയ 1-2 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിസ്റ്റിക് ഡയറക്ടറുടെ ഒരു വിമർശനം ഉണ്ടായല്ലോ. അതായത് ഇത് നേരത്തെ ഈ ദീപിക സുശീലൻ്റെ വിമർശനം ഉണ്ടായല്ലോ, മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. അതായത് യഥാസമയം ഈ ഇതൊക്കെ അയച്ചു കൊടുത്തില്ല, അതുകൊണ്ടാണ് അതിന് അനുമതി കിട്ടാതിരുന്നത് എന്നത്. അത് പക്ഷേ ഞാനങ്ങ് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം മുമ്പുള്ള ഇത് പരിശോധിച്ചാൽ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ്, അയച്ചു കൊടുക്കേണ്ട സമയത്ത് തന്നെ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അത് സംഘാടകരുടെ വിശദീകരണത്തിലാണ് അതിനകത്ത് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ മേള അട്ടിമറിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണമല്ലോ കരുതാൻ. 10-16 സിനിമകൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നു. പ്രദർശിപ്പിക്കരുത് എന്ന് തീരുമാനിക്കപ്പെട്ട സിനിമകളുടെ പേരുകൾക്കും അതിൻ്റെ സബ്ജക്റ്റിനും ഒരു പ്രത്യേകതയുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന സിനിമ കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, അതിൻ്റെ പേര് മാത്രമാണ്. പലസ്തീൻ എന്ന പാക്കേജിൽ വരുന്ന എല്ലാം കട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് പലസ്തീൻ എന്നുള്ളത് മാത്രമാണ്. ഈ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നുള്ള സിനിമ കട്ട് ചെയ്യണമെങ്കിൽ അതെന്തോ ഈ പറഞ്ഞതുപോലെ സമഗ്രാധിപത്യത്തിനെതിരെയുള്ള എന്തോ നമ്മളെക്കുറിച്ചാണോ എന്നുള്ള ആശങ്കയുള്ള ഏതോ ഒരു ക്ലർക്കിരുന്ന് വെട്ടിയതാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആ വെട്ട് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഷെഡ്യൂൾ മൊത്തം തെറ്റി, പലതരത്തിൽ മാറി മറിഞ്ഞു. ഈ സിനിമകൾ ആരംഭിക്കാൻ വൈകുന്നു. അങ്ങനെ ആളുകളുടെ പങ്കാളിത്തം കുറയുന്നു. കാരണം ഇവിടെ മൊത്തത്തിൽ ആകെപ്പാടെ കുഴപ്പമാകുമ്പോൾ കുറേ ആളുകൾ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പ്രാഥമികമായി ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ ആർജവത്തോടെ ഒരു കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രി ആർജവത്തോടെ ഒരു കാര്യം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്ന മുഴുവൻ സിനിമകളും ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി തന്നെ അവിടെ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ ഷെഡ്യൂളിങ്ങിലും ഇതിൻ്റെ മൊത്തം സ്വാഭാവികതയിലും ഒക്കെ കുറേ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കുഴപ്പങ്ങൾ അവിടെ പ്രകടമാണ്. ആളുകൾ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. സാധാരണ നമ്മളൊക്കെ എല്ലാ ഫെസ്റ്റിവലിനും അവിടെ നമ്മൾ വലിയ ആഘോഷത്തോടെയാണ് ആളുകളെ കാണാറ്. ആ പങ്കാളിത്തം ഇത്തവണ ഉണ്ടാവുന്നില്ല എന്നുള്ള തോന്നലൊരു പക്ഷേ ഉണ്ടാവാനൊരു കാരണം ഇതാണ്. മറ്റൊന്ന് അതിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അവിടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടതാണ് അക്കാദമി ചെയർമാൻ അവിടെ ഇല്ല എന്നുള്ളത്. നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ഈ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ തീരുമാനമെടുക്കേണ്ട ആളാരാണ്? ചെയർമാനാണ്. പ്രത്യേകിച്ച് ഇത്തവണ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ഒരു തീരുമാനമെടുക്കാൻ ചെയർമാൻ ഇല്ല എന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ്. ഒറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഒന്ന്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ സാംസ്കാരിക പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വളരെ പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന, വളരെ നന്നായിട്ട് നടന്നു വരുന്ന പല സാംസ്കാരികോത്സവങ്ങളും ഇതിനകം തന്നെ ഇല്ലാതായി പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പഴയ ഗ്രേറ്റ്നസ് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതായത് അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല. അതൊക്കെ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ലിബറൽ പരിപാടികളാണ്. അതുകൊണ്ട് അതിലേക്ക് പോകരുത് എന്ന മട്ടിൽ അതാതിടങ്ങളിലെ സർക്കാരുകളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ തീരുമാനം എടുത്തുകൊണ്ട് പതിറ്റാണ്ടുകളായിട്ട് നല്ല നിലക്ക് നടന്നിരുന്ന പല പരിപാടികളും ഇല്ലാതായി. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാതാവുകയോ മോശപ്പെടുകയോ ചെയ്തുകൊണ്ട്
വരുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്താനോ വന്നു ചേരാനോ ചർച്ചകൾ നടത്താനുള്ള ഇടങ്ങളില്ലാതായി. എല്ലാവരും പ്രതീക്ഷയോടെ കാണുന്ന ഒരു സ്ഥലം കേരളമാണ്. തിയേറ്റർ ഫെസ്റ്റിവലാണെങ്കിലും സിനിമാ ഫെസ്റ്റിവലാണെങ്കിലും ബിനാലെ പോലുള്ള സംഭവങ്ങളാണെങ്കിലും ഒക്കെ ഇങ്ങോട്ടേക്കാണ്, കേരളത്തിലാണ് ഇപ്പോൾ ഒരു തുരുത്ത നിലക്ക് ഇപ്പോൾ യഥാർത്ഥം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ഒരു കാര്യമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവതരമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ലോകത്തിന് മുന്നിൽ സാംസ്കാരിക കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ അടയാള മുദ്രയാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. 30 ആണ്ട് പിന്നിട്ട IFFK ലോകത്തെ ഏറ്റവും മികച്ച ചലച്ചിത്രോത്സവങ്ങളുടെ പട്ടികയിൽ ഇതിനകം അടയാളപ്പെട്ടതാണ്. ചെയർമാനും ആർട്ടിസ്റ്റിക് ഡയറക്ടറും അല്ലാതെ ഉദ്യോഗസ്ഥരുടെ നടത്തിപ്പിനായി മാത്രം നമ്മുടെ അഭിമാന മേളയെ കുറി വിട്ടുകൊടുത്തെങ്കിൽ അത് അപലപനീയം തന്നെയാണ്. ഒരു ചലച്ചിത്രമേളക്കപ്പുറം കേരളത്തിൻ്റെ പ്രതിരോധ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് IFFK. അത് മുന്നോട്ട് വെക്കുന്ന ചിന്തകളും അത് ഉയർത്തുന്ന രാഷ്ട്രീയവും അലോസരപ്പെടുന്ന പല കേന്ദ്രങ്ങളുമുണ്ട് എന്ന് പറയുന്നു. കശ്മീർ ഫയൽസ് പോലെയുള്ള വർഗീയ പ്രോപ്പഗാണ്ട ചിത്രങ്ങൾ പല നിലയിൽ പുരസ്കൃതമാകുന്ന കാലമാണിത്. നടപടിക്രമങ്ങളുടെ പേര് പറഞ്ഞ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെ അകമേ തകർത്ത് അതിനെ മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറ്റിത്തീർക്കാൻ കാത്തിരിക്കുന്നവരുണ്ടോ എന്ന തിരിച്ചറിവും സംശയവും വേണ്ടപ്പെട്ടവർക്കെല്ലാം ഉണ്ടാകട്ടെ.